നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ മാസം 9-ാം തീയതിയാണ്. നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായ അല്ലെങ്കിൽ നടന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുമോ എന്നതിനെക്കുറിച്ചോർത്ത് ഇപ്പോൾ തന്നെ ചിന്തകളോ അല്ലെങ്കിൽ സംശയങ്ങളോ മനസ്സിൽ ഉള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അതായത് ഗ്രഹങ്ങളുടെ ചലനവും നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെ ആഴത്തിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിന്റെ ഫലമായിട്ടെന്നോണം ചില ദിവസങ്ങൾ നമുക്ക് അതിശയകരമായ ഭാഗ്യത്തെ കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസമാണ് നാളെ. അതായത് ചില നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഭാഗ്യദായകമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. എന്നാൽ ചില നക്ഷത്രക്കാർക്കോ അല്പം പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസവുമായിരിക്കും. ഇവിടെ നാളത്തെ ജാതകം നിങ്ങൾക്കൊരു മുൻകൂട്ടി മുന്നറിയിപ്പ് എന്നോണം പറയുകയാണ്. അതായത് എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്ത് കാര്യങ്ങളാണ് നാളെ ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഇതിലൂടെ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് 4 രാശിയിലുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ്. അവർക്ക് നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങളും, അതായത് എടുത്തുചാട്ടം നിയന്ത്രിക്കണം തുടങ്ങിയ കാര്യങ്ങൾ വരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതായത് നാളത്തെ ദിവസം സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ 4 രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ രാശിയായി വരുന്നത് കാർത്തിക, രോഹിണി, മകീരം വരുന്ന ഇടവം രാശിക്കാരാണ്. നിങ്ങൾക്ക് നാളത്തെ ദിവസം സന്തോഷത്തിന്റെ ദിനമായിരിക്കും. അത് സാമ്പത്തികമായിട്ടായാലും കുടുംബവുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വന്നു ചേരും. അനാവശ്യ ചിലവുകൾ വരാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. സന്തോഷമൊക്കെ ഒരു സൈഡിൽ വരുമ്പോൾ അല്പം ചിലവ് കൂടാൻ, അതായത് ചിലപ്പോൾ ബന്ധുക്കളുടെ വരവ്, അതുവഴി ചില അവർക്ക് സൽക്കാരങ്ങൾ നടത്തുന്നത് വഴിയുള്ള ചിലവ്, അതല്ലെങ്കിൽ കുടുംബവുമായി സന്തോഷിച്ചിരിക്കുമ്പോൾ ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിലവ്, ഏതെങ്കിലും രീതിയിലുള്ള യാത്രാ കാര്യങ്ങളൊക്കെ വേണ്ടി വരികയും അല്പം ചിലവൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നാളെ പണം കടം കൊടുക്കുന്നതായ രീതി ഒന്ന് ഒഴിവാക്കുന്നത് ഇടവം രാശിക്കാർക്ക് ഉത്തമമായിരിക്കും. ആവശ്യമില്ലാതെ കടങ്ങൾ വലിച്ചു വെക്കാതിരിക്കാൻ നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. ലക്ഷ്മി ദേവിയെ നാളെ പ്രാർത്ഥിക്കുക. രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തെല്ലാം കടങ്ങളുണ്ടോ ഇങ്ങനെയാ നെഗറ്റീവ് ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കാതെ എഴുന്നേറ്റ് കട്ടിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ ഇടവം രാശിക്കാർ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലക്ഷ്മി ദേവിയെ ഒന്ന് പ്രാർത്ഥിക്കുക. ദേവി എൻ്റെ ജീവിതത്തിൽ നല്ലത് വരുത്തണേ എന്ന് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നാളത്തെ ദിവസം തുടങ്ങുക. അതേപോലെ തന്നെ നാളെ വൈകുന്നേരവും പൂജാമുറിയിൽ ചെന്ന് വിളക്ക് തെളിയിക്കുന്ന സമയം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. നാളത്തെ ഒരു ദിവസം ചിലപ്പോൾ വളരെ പരമപ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുള്ളതിനാൽ ലക്ഷ്മി ദേവിയോട് നാളത്തെ ദിവസം നന്നാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതൊരു ഉപകാര സ്മരണ എന്നോണം വൈകിട്ടും ദേവിയോട് നന്ദി പറയാനും പ്രാർത്ഥിക്കാനും നാളത്തെ ദിവസം ഇടവം രാശിക്കാർ ശ്രമിക്കേണ്ടതാണ്. ഇനി അടുത്തത് മകം, പൂര, ഉത്രം, ചിങ്ങം രാശിക്കാരുടെ കാര്യമാണ്. ഭാഗ്യം അനുകൂലമായി വരുന്ന ദിവസമാണ് ചിങ്ങം രാശിക്കാർക്ക്. ചില പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും. ചില സുഹൃത്തുക്കളെ കാണാനും അല്ലെങ്കിൽ ചില ബന്ധുക്കളുടെ സമാഗമം, അതായത് പിണങ്ങി നിന്ന ആളുകൾ പോലും നാളെ ഇണങ്ങി നിങ്ങളോടൊപ്പം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ ദിവസം എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും ഒരുപാട് നാളുകളായി മിണ്ടാതിരുന്ന ഒരു വ്യക്തിയെ കാണാനും ആ വ്യക്തി നിമിത്തം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സന്തോഷങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. നാളെ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഓഫറുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവസരം നിങ്ങൾക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ ആ ജോലി എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ തട്ടിക്കളയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഏത് വഴിയിലൂടെ എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഏത് കാര്യവും എടുത്തുചാടി തീരുമാനം എടുക്കണമെന്നല്ല പറയുന്നത്. ഒരു ജോലിയുടെ ഓഫറൊക്കെ വരികയാണെങ്കിൽ അതിൽ ഫോൺ കോൾ ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നേരിട്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്നു പറയുന്നതാകാം. അതല്ലെങ്കിൽ ഏതെങ്കിലും മുൻപേ ഉള്ള സമയങ്ങളിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും, അത് കിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിരുന്നതിനെ കുറിച്ച് പിന്നീട് ആ ഒരു ശുഭവാർത്തകൾ വരുന്നതാകാം. ഏതായാലും ജോലിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ശുഭവാർത്ത ശ്രവിക്കുവാൻ നാളത്തെ ദിവസം ഭാഗ്യം കാണുന്നുണ്ട്. നാളെ അലസത കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നാളത്തെ ദിവസം ചുറുചുറുക്കോടെ വേണം നിങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട്.
നാളെ രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം കൂടുതലൊന്നും ചെയ്യണ്ട. രാവിലെ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറക്കുമ്പോൾ സൂര്യഭഗവാനെ കാണാമല്ലോ, കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്നത്. ആ ഒരു സമയത്ത് ഭഗവാനെ നോക്കി ഒന്ന് പ്രാർത്ഥിക്കുക. ജലം സമർപ്പിക്കണമെന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഭഗവാനെ നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് കൈകൾ നെഞ്ചത്ത് വെച്ച് കൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. നാളത്തെ ദിവസം പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. മൂലം, പൂരാടം, ഉത്രാടം ധനുരാശിക്കാരുടെ കാര്യത്തിൽ നാളെ സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണ്. സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കുറച്ച് വിശ്രമിക്കാനുള്ള അവസരവും വന്നു ചേരും. ഈ ഇടകളായി ഒരുപാട് വിശ്രമമില്ലാ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അല്പം വിശ്രമം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം അതിനുള്ള ഭാഗ്യമുണ്ടാകും. എങ്കിലും സമയം പാഴാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്യുക. അലസത ഒഴിവാക്കേണ്ടതാണ്. വ്യാഴപ്രീതി വരുത്തുന്നത് ഉത്തമമാണ്. അപ്പോൾ നാളത്തെ ദിവസം ധനുരാശിക്കാരായ ആളുകൾ നിങ്ങൾ കഴിയുമെങ്കിൽ അല്ല, പോകണം. പിന്നെ നമുക്കതത്ര പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾ പോയേ മതിയാകൂ എന്ന്. നിങ്ങൾ ഓരോരുത്തരുടെയും ധനുരാശിക്കാരെ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യം കൂടി നമ്മൾ നോക്കണ്ടേ. നാളത്തെ ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഒന്ന് പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കും. ഉത്രാടം, തിരുവോണം, അവിട്ടം മകരം രാശിക്കാരായ ആളുകൾക്കും നാളെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മവുമായി ബന്ധപ്പെട്ട് ഒരു പുരോഗതിക്കുള്ള വഴിയൊക്കെ നാളത്തെ ദിവസം തെളിയുന്നുണ്ട്. ചില അവസരങ്ങളൊക്കെ വന്നു ചേരും. അത് വിവാഹം വൈകി നിൽക്കുന്നവരാണെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ശുഭവാർത്തകൾ വന്നു ചേരും. ഒരു പ്രപ്പോസലൊക്കെ വരാനുള്ള സാധ്യതയാകാം. അതല്ലെങ്കിൽ ചില ശുഭ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും ഇതുവരെ ജോലി ആകെ ബുദ്ധിമുട്ടായി നിന്നിട്ട് നാളെ ഒരു ദിവസം അത് ശുഭകരമായ മാറ്റത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നതുമാകാം. ഇനി ശ്രദ്ധിക്കേണ്ടത്, നാളത്തെ ദിവസം ചെയ്യണമെന്ന് പറയുന്നതായ കാര്യങ്ങൾക്ക് അതായത് ഡിലേ ഉണ്ടാകാൻ പാടില്ല. വൈകിപ്പിക്കരുത് ഒരു കാര്യവും. നാളത്തെ ദിവസം ചെയ്യേണ്ടത് നാളെ തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ശാസ്താവിന്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നത് നാളത്തെ ദിവസം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. അതായത് തടസ്സങ്ങളൊക്കെ മാറി ശനി ഭഗവാന്റെ പ്രീതി വന്നു ചേരുന്നതിനും ഇത് വളരെയേറെ സഹായിക്കുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് നല്ല ഒരു മാറ്റത്തിന്റെ ഭാഗ്യത്തിന്റെ ദിവസമായിരിക്കും. ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ക്ഷേത്ര ദർശനങ്ങൾ കഴിവതും നടത്താൻ ശ്രമിക്കുക. ഇലക്ഷനൊക്കെയാണ്, അപ്പോൾ നാളത്തെ ദിവസം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിൽ പോലും പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക. അതായത് ഇവിടെ ഞാൻ പറഞ്ഞ മകരം രാശിക്കാരാണെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയ്യപ്പസ്വാമിയെ ഒന്ന് വണങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങൾ നാളത്തെ ദിവസം വളരെ ശുഭകരമായി നിങ്ങൾക്ക് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുപാട് സഹായകമായി മാറുന്നതാണ്. ഓരോ ദിവസവും ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വരും. അത് ഗ്രഹമാറ്റങ്ങളുടെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ. ചിലർക്ക് പ്രതികൂലമായി, ചിലരൊക്കെ ആകട്ടെ ഗുണവും സന്തോഷിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ചില വിഷമിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്നത്. ഗുണവും കൂടുതലാവില്ല, ദോഷവും കൂടുതൽ, രണ്ടും ബാലൻസ് ചെയ്ത് അങ്ങനെയുള്ള അവസ്ഥ. അപ്പോൾ അതൊക്കെ ഓരോ ഗ്രഹങ്ങളുടെ മാറ്റം വരുമ്പോഴാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ നക്ഷത്രക്കാരൊന്ന് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭാഗ്യ ദിവസമാണ്. ശുഭവാർത്താ ശ്രവണമൊക്കെ ഉണ്ടാകുന്നതാണ്. സന്തോഷകരമായി ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക.